രാവുകളെ കളർഫുള്ളാക്കുന്ന കുട്ടികളുടെ ആഘോഷം. സൗദി അടക്കമുള്ള പല ഗൾഫ് രാജ്യങ്ങളിലും പുണ്യമാസത്തിന്റെ മധ്യത്തിൽ കുട്ടികൾ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് കൂട്ടം കൂടി കൊട്ടും പാട്ടുമായി വീട് തോറും എത്തുന്ന ഒരു പരമ്പരാഗത ആഘോഷമാണ് ഗിർഗിയാൻ. നോമ്പിന്റെ പകുതി പിന്നിടുന്നു വന്ന സന്ദേശമുണർത്തുന്നതോടൊപ്പം കുട്ടികളുടെ ആഘോഷവുമാണ് ഈ രാവുകളെ കളർഫുള്ളാക്കുന്നത്. റമദാൻ മാസത്തിന്റെ മധ്യത്തിൽ, പ്രത്യേകിച്ച് 15-ാം തീയതി രാത്രിയാണ് പ്രധാനമെങ്കിലും 13-14 രാത്രികളിലും ഇതിന്റെ ആഘോഷം കാലേ കൂട്ടി തുടങ്ങും. കുട്ടികൾ വർണ്ണാഭമായ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നു. ആൺകുട്ടികളാണെങ്കിൽ സുവർണ വർണ്ണ നൂലുകളാൽ ചിത്രത്തുന്നലുകൾ നടത്തിയ പാരമ്പര്യ കുപ്പായങ്ങളും മേൽവസ്ത്രങ്ങളും ശിരോവസ്ത്രമൊക്കെ ധരിക്കുന്നു. പെൺകുട്ടികൾ എംബ്രോയിഡറി ചെയ്ത മിന്നിത്തിളങ്ങുന്ന വസ്ത്രങ്ങളും സ്വർണം പോലെയുള്ള കരകൗശല ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച അലങ്കാരങ്ങളും തലയിൽ അണിയും. കൂടാതെ അന്നേ ദിവസങ്ങളിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയും ചെയ്യാറുണ്ട്. ഇഫ്താറൊക്കെ കഴിഞ്ഞതോടൊപ്പം അയൽപ്പക്കങ്ങളിലുള്ള കുട്ടിക്കൂട്ടങ്ങൾ ആഘോഷത്തോടെ റമദാൻ സന്ദേശം ഉണർത്തുന്ന വായ്ത്താരികളും കൊട്ടും പാട്ടുമായി വാദ്യതാളങ്ങളുടെ അകമ്പടിയോടെ കടന്നു ചെല്ലും. വീടുകളിൽ മധുര പലഹാരങ്ങളും മിഠായികളും പലതരം നട്സുകളും കേക്കുകളും സമ്മാന പൊതികളൊക്കെ കുട്ടി സംഘങ്ങൾക്ക് കൈ നിറയെ നൽകാൻ കാത്തിവെച്ചിട്ടുണ്ടാവും ഓരോ വീട്ടുകാരും. ഗിർഗിയാൻ കുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കുടുംബങ്ങളും സ്ഥാപനങ്ങളൊക്കെ പങ്കെടുക്കുന്നു. സമ്മാനങ്ങൾ വിതരണം ചെയ്യുക, മത്സരങ്ങൾ നടത്തുക, പരമ്പരാഗത പ്രകടനങ്ങൾ പ്രദർശിപ്പിക്കുക എന്നിങ്ങനെയുള്ള പ്രത്യേക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ലുലു പോലുള്ള പ്രധാന മാളുകളിലും നെസ്റ്റോ അടക്കമുള്ള ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ ഓഫറുകളുമായി ഗിർഗിയാൻ ആഘോഷിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്യുന്നു. ടെലിവിഷൻ ചാനലുകളിൽ ഗിർഗിയാൻ ദിനത്തിനു വേണ്ടി പ്രത്യേക പരിപാടികൾ ടെലികാസ്റ്റ് ചെയ്യാറുണ്ട്. പരമ്പരാഗത ഗാനങ്ങൾ അവതരിപ്പിക്കുകയും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിൽ ഈ ആചാരത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യുന്ന പ്രശസ്ത വ്യക്തികളെ അവതരിപ്പിക്കാറുമുണ്ട്. അയൽക്കാർക്കും ബന്ധുക്കൾക്കും ഇടയിലുള്ള സാമൂഹിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരമായി ഗിർഗിയാൻ മാറുന്നു. കുടുംബങ്ങൾ കുട്ടികളെ സ്വാഗതം ചെയ്യുന്നതിനായി വാതിലുകൾ തുറക്കുന്നു. അതിലൂടെ സമൂഹത്തിനുള്ളിൽ സ്നേഹവും വാത്സല്യവും വളർത്തുന്നു. കേരളക്കരയിൽ ചില തീരദേശ പ്രദേശങ്ങളിൽ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവര് ഈ റമദാൻ മാസം 15 കഴിഞ്ഞാൽ ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്നുള്ള ബൈത്തുകൾ പാടി ഓരോ വീട് തോറും പോവാറുണ്ടെന്ന് ഉമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇത്തരം സമ്പ്രദായങ്ങൾ മുമ്പ് കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതായി അറിവുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക.